Question number 5. Integral 2x divided by x square plus 3x plus 2 dx. ഇപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ഇതിപ്പോൾ ഫാക്ടേഴ്സ് ആയിട്ടല്ലല്ലോ കിടക്കുന്നത്, അപ്പം ഈ ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അതെന്ന് പറയുന്നത് നമ്മൾ 10th ഒക്കെ പഠിച്ചിട്ടുമുള്ള മോഡൽ, അതായത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. അതായത് ഈ ഫാക്ടേഴ്സിൻ്റെ സം 3യും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഏത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 വരുന്നതെന്നും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സം 3 വരുന്നതായിട്ടുള്ള നമ്പേഴ്സ് നോക്കണം. അപ്പം 2ഉം 1ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ 2 × 1 എന്ന് പറയുന്നത് 2 ആയിട്ട് വരും, 2 + 1 എന്ന് പറയുന്നത് 3 ആയിട്ട് വരും. അപ്പം നമുക്ക് ഈ 3xനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെയാണ്? 2x + x എന്ന് എഴുതുക. അപ്പം x² + 2x + x + 2 എന്ന് എഴുതി. ഈ രണ്ടെണ്ണത്തിൽ നിന്നും x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ x + 2 വരും. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് 1 ഉള്ളൂ, അപ്പോൾ 1 × x + 2 എന്ന് വരും. ഇനി രണ്ട് ടേമിൽ x + 2 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് x + 2നെ കോമൺ ആയിട്ട് എടുക്കുക, പിന്നെ x + 1. അപ്പോൾ ഡിനോമിനേറ്ററിനെ നമുക്ക് x + 2 × x + 1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനെ എടുത്തിട്ട് 2x, അതായത് ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷനെ എടുക്കുക. 2x/x² + 3x + 2ന് പകരം x + 2 × x + 1 എന്ന് എഴുതുക. പിന്നെ പാർഷ്യൽ ഫോമായിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ആ ഫോം അപ്ലൈ ചെയ്യുക. a/x + 2 + b/x + 1. ഇനി ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയുള്ള ഓരോ ടേംസിനെയും x + 2 × x + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 2x വരും, ഇവിടെ x + 2 x + 2 കൂടെ ക്യാൻസൽ ആയിട്ട് a × x + 1 എന്ന് വരും, പ്ലസ് b × x + 2 എന്ന് വരും. ഇനി നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഇതിൽ ഏതെങ്കിലും ഓരോ ടേംസ് 0 ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ എയുടെ ടേം ഫുൾ 0 ആയി പോകും. അപ്പം ബി എന്ന് പറയുമ്പോൾ -1 + 2. എക്സിന് -1 കൊടുക്കുമ്പോൾ 2 × -1 -2 = b എന്ന് വരും. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 വരും. എക്സിന് -2 കൊടുക്കുമ്പോൾ ബിയുടെ ടേം 0 ആയി പോകും. അപ്പോൾ -2 + 1, അപ്പോൾ -a എന്ന് വരും. അപ്പോൾ a = 4. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻറ്റഗ്രേഷന് ഈ ക്വസ്റ്റ്യന് പകരം നമുക്ക് എന്തായിട്ട് എഴുതാം? പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ഫോം എടുത്ത് എഴുതുക. സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രൽ ചെയ്ത് എഴുതുകയാണ്. ഇൻറ്റഗ്രൽ 4/x + 2 dx + -2/x + 1 dx. 4 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നു. ഇൻറ്റഗ്രൽ 1/x + 2 എന്ന് പറയുന്നത് log mod x + 2 പ്ലസ് ഇവിടുത്തെ ഈ -2നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയല്ലേ, അപ്പോൾ അതിനെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ -2 × ഇൻറ്റഗ്രൽ 1/x + 1 dx എന്ന് വരും. അതെന്ന് പറയുന്നത് log mod x + 1 + c. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻറ്റഗ്രൽ 1 - x² / x × 1 - 2x dx. ഇപ്പോൾ ഈ ചാപ്റ്റർ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് തരുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാനെന്ന്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയും 2 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും 2 ആണ്. അപ്പോൾ ഇതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്ത് പ്രോപ്പർ ആക്കണം. ഡിവിഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ എഴുതും. അപ്പോൾ എങ്ങനെ വരും? x - 2x² എന്ന് വരും. x - 2x². ഞാൻ x² ടേം ആദ്യം എഴുതി, അപ്പം -2x² + x എന്ന് വരും. ഇവിടെയും 1 - x² എങ്ങനെ എഴുതാം? -x² + 1 എന്ന് എഴുതുക. ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി ഡിവൈഡ് ചെയ്യുക. അതായത് x²നെ -x²നെ -2x² കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ x² ക്യാൻസലാവും. പിന്നെ എന്ത് വരും? മൈനസ് കൂടെ പോയി പ്ലസ് ആവും. 1/2 എഴുതിയിട്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -2x² × 1/2 എന്ന് പറയുമ്പോൾ -x² വരും. ഇവിടെ x/2 എന്നും വരും. പിന്നെ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ്, അതായത് ഇവിടെ പ്ലസ് സൈൻ എല്ലായിടവും തന്നിരിക്കുന്ന സൈനിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ഇടുക. ഇനി ഇവിടെ മുകളിലത്തെ ടേമിൽ എക്സിൻ്റെ ടേംസ് ഇല്ലാത്തതുകൊണ്ട് 0x എന്നാണ്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോവും. ഇവിടെ 0x - x/2, അപ്പം -x/2 പിന്നെ +1. ഇവിടെ താഴെ കോൺസ്റ്റൻറ്റ് ടേംസ് ഇല്ലാത്തതുകൊണ്ട്
നേരെ അതേപോലെ +1 എന്ന് എടുത്ത് എഴുതുക. പിന്നെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 1 - x/2. ഈ 2 എന്ന് പറയുന്നത് LC ആയിട്ട് എടുക്കുക. അപ്പോൾ 2 - x/2 എന്ന് വരും. ഇനി ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 1/2 + 2 - x/2 ഡിവൈഡഡ് ബൈ x - 2x² എന്ന് എഴുതുക. ഈ 1/2 പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, അതിന് ഡിനോമിനേറ്ററിൻ്റെ കൂടെ വരും. അപ്പോൾ 2 - x ഡിവൈഡഡ് ബൈ 2 × x - 2x² എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഇത്രേ ആക്കിയതേ ഉള്ളൂ. ഇനി നമ്മൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിൽ 2 - x/x × 1 - 2x നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനാക്കി എഴുതുന്നു. a/x ഇത് 2 ടേമായിട്ട്, ഇത് x എന്ന് പറയുന്നത് x - 0 എന്ന് വരുമല്ലോ, അപ്പോൾ അതിനെ x എന്ന് തന്നെ എഴുതും. a/x + b/1 - 2x. ഇനി ഡിനോമിനേറ്ററിനെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? x × 1 - 2x കൊണ്ട് രണ്ട് സൈഡിലെ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 2 - x എന്ന് വരും, ഈക്വൽ ടു a × ഇവിടെ എക്സിൻ്റെ ടേംസ് ക്യാൻസലായിട്ട് 1 - 2x എന്ന് വരും, + bx വരും. ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് എക്സിന് 0 ഇടാം. അപ്പോൾ ഈ ബിയുടെ ടേം അങ്ങ് 0 ആയിപ്പോവും. 2 - 0 2 ഈക്വൽ ടു 1 - 0 എന്ന് വരും, അപ്പോൾ a എന്ന് വരും. അപ്പോൾ 2 ഈക്വൽ ടു a എന്ന് വരും. ഇനി എയുടെ ടേം 0 ആക്കണമെങ്കിൽ എക്സിന് എന്ത് വാല്യൂ എടുക്കണം? 1/2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 1/2 എന്ന് കൊടുക്കുമ്പോൾ 1 - 1 എന്നുള്ള രീതിയിൽ വന്ന് എയുടെ ടേം 0 ആയിപ്പോവും. അപ്പോൾ 2 - 1/2 2 - 1/2 എന്ന് പറയുന്നത് 3/2 ഈക്വൽ ടു b × 1/2. 2 × 2 കൂടെ ക്യാൻസൽ ആകും. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3. ഇനി ക്വസ്റ്റ്യൻ i ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 - x² ഡിവൈഡഡ് ബൈ x × 1 - 2x. അതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത ലോങ് ഡിവിഷൻ വഴി ചെയ്ത അതേ ഇതാണ്. അവിടെ 1/2 + 1/2 × നമ്മൾ ഈ ഒരു ടേമിനല്ലേ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തത്, അതെടുത്ത് എഴുതുന്നു. എയുടെയും ബിയുടെയും വാല്യൂ എടുത്തിട്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടേമിനെ എഴുതി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 1/2 × 1/2 കോൺസ്റ്റൻ്റ് ആണെന്ന് പുറത്ത് പോകുമ്പോൾ പിന്നെ എന്തുവാ? ഇൻ്റഗ്രൽ 1dx - 2/2 × ഇൻ്റഗ്രൽ 1/x dx + 3. ഈ 1/2 എന്ന് പറയുന്നത് ഇത്രയും ടേമിന് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ 3/2 × ഇൻ്റഗ്രൽ 1/2x 1/1 - 2x dx എന്ന് വരും. ഇതെന്ന് പറയും 1/2 ഇൻ്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. 2/2 അത് ക്യാൻസൽ ചെയ്യും 1 ആവും. 1/x എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1/x dx log x. ഇനി ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ഒരു -2 മുകളിലുണ്ടെങ്കിൽ നമുക്കിതിനെ എന്തായിട്ട് എഴുതാം? ലോഗ് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ -2 ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുകളിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ -1/2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് വരും. പിന്നീട് ഇനിയിപ്പോൾ നോക്കിയാണ് ഇൻ്റഗ്രൽ -2 ഡിവൈഡഡ് ബൈ 1 - 2x dx എന്ന് പറയുന്നത് ലോഗ് 1 - 2x എന്നാവും. അഥവാ ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ 1 - 2xന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ മൈനസ് അങ്ങ് പുറത്ത് വരും. അപ്പോൾ ഇത് -3/4 ലോഗ് 1 - 2x + c എന്ന് വരും. അപ്പോൾ ആൻസർ x/2 - log x -3/4 log 1 - 2x + c. Question number 7. Integral x/x² + 1 × x - 1 dx. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ i എന്ന് പറഞ്ഞ് എടുക്കുന്നു. i ഈക്വൽ ടു ഇൻ്റഗ്രൽ x/x² + 1 × x - 1 dx. ഇപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എടുത്തെഴുതുന്നു x/x² + 1 × x - 1. ഇത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമിൽ വരുന്ന ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമാണ്. അപ്പോൾ അവിടെ എങ്ങനെ എഴുതിയത്? ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രിയാണ്. ഈ x² + 1നെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ നമ്മൾ താഴെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് വരുന്നതെങ്കിൽ മുകളിൽ ഒരു ലീനിയർ ഫോം എഴുതണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എന്തെഴുതും? ax + b ഡിവൈഡഡ് ബൈ x² + 1 എന്ന് എഴുതും. പിന്നെ c/x - 1 എന്ന് എഴുതുക. ഇനി x² + 1 × x - 1 കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x ഈക്വൽ ടു
എ എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇനി നമ്മൾ ഇവിടെ എയും ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടേംസിനെ 0 ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും ടേം 0 ആയി പോകും. അപ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 1 2c എന്ന് കിട്ടും. c = 1/2 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ ടേമിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ എയുടെ ടേം അങ്ങ് 0 ആയി പോകും. അപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 = -b. അതായത് ഇവിടെ 0 വരും. 0 - 1 എന്ന് പറയുമ്പോൾ -b എന്ന് വരും. ഇവിടെ എയുടെ ടേം ഫുൾ അങ്ങ് 0 ആയി പോകും. അപ്പം -b + c എന്ന് വരും. b = c എന്ന് വരും. = 1/2. അപ്പോൾ സിയുടെ വാല്യൂ 1/2 കിട്ടി, ബിയുടെ വാല്യൂ 1/2 കിട്ടി. ഇനി ഇത് ഞാനൊരു ഓപ്ഷണലായിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ കണ്ടുപിടിക്കാം. അതിലും എളുപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x² ഒരു കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ x² ടേം ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ x² എന്ന് പറയുമ്പോൾ ax² എന്നൊരു ടേം വരും. അപ്പോൾ അതിന് a എന്ന് എഴുതാം. ഇവിടെ സിയുടെ ഒരു x² ഉണ്ട്. അപ്പോൾ a + c 0 = a + c എന്ന് എഴുതാം. അപ്പോൾ a = -c. അപ്പോൾ -1/2 എയുടെ വാല്യൂ കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യാം. അപ്പോൾ അതിലും എളുപ്പം ഇക്വേറ്റ് ചെയ്യുന്നതാണ്. ഇനി i = ax + bയുടെ സ്ഥാനത്ത് എയുടെയും ബിയുടെയും വാല്യൂ എടുക്കുക. സിയുടെ വാല്യൂ എടുത്ത് ഓരോന്ന് സെപ്പറേറ്റ് എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഇത് 2 ടേമാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആയിട്ട് എഴുതാം. അപ്പോൾ -1/2 x/x² + 1 dx + 1/2 x² + 1 dx + 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x - 1 dx എന്ന് എഴുതും. ഇവിടെ -1/2 ഇനി കോമൺ ആയിട്ട് എടുക്കുന്നു. പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2x/2 × x² + 1 dx എന്ന് എഴുതി. ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 1/x² + 1 dx + 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x - 1 dx. ഇവിടെ 2 × 2 4 -1/4. അപ്പോൾ x² + 1ൻ്റെ ഡെറിവേറ്റീവാണ് 2x. അപ്പോൾ എങ്ങനെ എഴുതാം? log x² + 1 + 1/2. ഇത് ഇൻ്റഗ്രൽ 1/x² + 1 dx എന്ന് പറയുന്നത് tan 1x ആണ്. tan 1x + 1/2 log mod x - 1 + c. ഇപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. -1/4 log x² + 1 + 1/2 tan 1x + 1/2 mod x - 1 + c. ഇതിൻ്റെ ആൻസർ ഇതാണ്.